പഴമയുടെയും പാരമ്പര്യത്തിൻ്റെയും പട്ടുറുമാൽ ചാർത്തി ഭരണസിരാകേന്ദ്രവും ഭൂതകാലത്തിൻ്റെ പൈതൃകം പേറുന്ന ചരിത്ര സ്മാരകങ്ങളും കൊണ്ട് സമ്പന്നമായ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്ത് തിലകക്കുറി ചാർത്തി നിൽക്കുന്ന പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. വാക്കുകൾ അതിരിടാത്ത വിജ്ഞാന ചക്രവാളം. പട്ടണത്തിൻ്റെ കെട്ടിലും മട്ടിലും മാറ്റം ചാർത്തിയിട്ടും 83 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിൻ്റെ തലയെടുപ്പിൽ പ്രായമേശാത്ത ഈ വിദ്യാലയ മുത്തശ്ശിക്ക് എന്നും പുതിയ മുഖം. ജനകീയ അടിത്തറയുടെ പിൻബലത്തോടെ കാലോചിതമായി പരിണാമത്തിന് വിധേയമായി നാളേക്ക് നീളുന്ന മഹനീയ സ്തൂപമായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ശതകോടി ഓർമ്മകളുടെ ഇളം തന്തുവിൽ നൂറായിരം പുസ്തകഗന്ധമുള്ള ഇവിടത്തെ കാറ്റിലൂടെ സെന്റ് മേരീസിന്റെ മാറിലൂടെ കടന്നുപോയ ആയിരം പ്രതിഭകൾ, അറിവിനേക്കാൾ തിരിച്ചറിവ് നേടി കടന്നുപോയ മഹാരഥന്മാർ, കാലത്തിന്റെ വേഗത്തിനൊപ്പം വളർച്ചയുടെയും പുരോഗതിയുടെയും ചരിത്രം കുറിക്കുന്ന പുതുതലമുറ. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന വെല്ലുവിളിയെ ഏറ്റെടുത്ത് ശിശു കേന്ദ്രീകൃതവും പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാബന്ധിതവുമാക്കി അറിവിനെ നിർമ്മിക്കുന്ന പ്രക്രിയയിൽ പ്രഥമ സ്ഥാനമാണ് സെന്റ് മേരീസിനുള്ളത്. ഇച്ഛാശക്തിയും നേതൃപാടവവും വാത്സല്യാധികാരവും കൊണ്ട് വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സാരഥ്യമേകാൻ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ നെൽസൺ വലിയ വീട്ടിൽ, വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി റാണി എം അലക്സ്, ഒപ്പം കർമ്മനിരതരായ 270-ൽ പരം ഗുരുശ്രേഷ്ഠർ. ഇവിടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് വിദ്യാർത്ഥികളാണ്. വിദ്യാഭ്യാസം ഇവിടെ ഒരു തുടർ പ്രക്രിയയാണ്. പ്രായോഗിക അനുഭവങ്ങളിലൂടെ, പഠനാനുഭവങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ അറിവും കഴിവും വൈദഗ്ധ്യവും ക്രമേണ വികസിപ്പിച്ച് കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സമഗ്ര പാഠ്യപദ്ധതി. പഠന പ്രക്രിയയുടെ പരിപൂർണതയ്ക്ക് പഠന വിഭവങ്ങൾ സമ്പന്നം. 100,000-നടുത്ത് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ലൈബ്രറി, ഭാഷാ ഗണിതശാസ്ത്ര ലാബുകൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ആധുനികവൽക്കരിച്ച സ്മാർട്ട് ക്ലാസ് റൂമുകൾ, നാടിൻ്റെ പൈതൃകം കണ്ടു വളരാൻ മ്യൂസിയം, ജീവിതത്തിൻ്റെ രസതന്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് നവപാഠങ്ങൾ രചിക്കാൻ സെന്റ് മേരീസ് അശീതി തിയേറ്റർ, സഹകരണ പഠനം, സഹവർത്തിത പഠനം എന്നിവ ഉറപ്പുവരുത്തുന്ന വിവിധ ക്ലബ്ബുകൾ, വിദ്യാരംഗം, കലാസാഹിത്യ ക്ലബ്ബുകൾ, ഗാന്ധി ദർശൻ, ശാസ്ത്ര സാഹിത്യ ക്ലബ്ബുകൾ, പരിസ്ഥിതി ക്ലബ്ബ്, ബാലജന സഖ്യം, SPC, NSS, NCC നേവി, NCC ആർമി, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സന്നദ്ധ സേന തുടങ്ങി ഒരു വിദ്യാർത്ഥിയുടെ സമ്പൂർണ്ണ വളർച്ചയ്ക്കുതകുന്നവ എല്ലാം തന്നെ സെന്റ് മേരീസ് ഒരുക്കുന്നു. ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന് വ്യത്യസ്ത സാധ്യതകൾ. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ഹോക്കി തുടങ്ങിയ ടീമുകൾക്ക് നിരന്തര പരിശീലനം. യോഗ, മെഡിറ്റേഷൻ, ബാൻഡ് ട്രൂപ്പ്, കലകളുടെ ഊർജം ഉൾക്കൊണ്ട് സർഗാത്മകതയ്ക്ക് അവസരമൊരുക്കി സർഗസഞ്ചാരം യൂട്യൂബ് ചാനൽ, ഡിബേറ്റ് ഫോറം, ക്വിസ് ക്ലബ്. ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യതയേറുന്ന സെന്റ് മേരീസ് അശീതി സിവിൽ സർവീസ് അക്കാദമി. വിദ്യാർത്ഥികളുടെ ബഹുമുഖ വികസനത്തിന് വിദ്യാർത്ഥികൾ തന്നെ നേതൃത്വം നൽകുന്ന 40.16 SM വോയിസ് സ്കൂൾ റേഡിയോ. വിദ്യാലയ വാർത്തകൾ വിദ്യാർത്ഥികളിലും സമൂഹത്തിലും എത്തിക്കുന്ന SM ന്യൂസ്. പ്രതിമാസ വാർത്താപത്രം ജ്യോതിസ്. ശാസ്ത്ര അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അറിവിന്റെ വാതായനം തുറക്കാൻ യങ് ഇന്നോവേറ്റേഴ്സ് ഫോറം. വായനയെ പരിപോഷിപ്പിക്കാൻ പ്രമുഖ ഭാഷാ ദിനപത്രങ്ങൾ. മൾട്ടിമീഡിയ ഉപകരണങ്ങളോടുള്ള ആസക്തി തടയുക, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുക, റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക തുടങ്ങി കൗമാരക്കാരുടെ വിവിധ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായുള്ള ബോധവൽക്കരണ ക്ലാസുകൾ. COVID-19 സാഹചര്യത്തിൽ കൈറ്റ് വിക്ടേഴ്സ് ക്ലാസുകൾക്ക് പുറമെ വിവരവിനിമയ സാങ്കേതിക വിദ്യയും സാമൂഹ്യ മാധ്യമവും മുഖ്യ ഉപാധിയാക്കി സെന്റ് മേരീസിലെ അധ്യാപകർ തയ്യാറാക്കിയ 2500ഓളം ഓൺലൈൻ ക്ലാസുകൾ
സ്കൂളിന്റെ യൂട്യൂബ് ചാനലിലൂടെ വിദ്യാർത്ഥികളിൽ എത്തിച്ചു. വിദഗ്ധ അധ്യാപകരുടെ സഹായം ഉറപ്പുവരുത്തി പഠന വിടവ് പരിഹരിക്കാൻ കൗൺസിലിംഗ്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് 3000 കുട്ടികൾ പങ്കെടുത്ത മേധ ക്വിസ് 2K21. 10,000 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്കൂൾ തല പ്രശ്നോത്തരി പ്രഗ്യ. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ വാസസ്ഥാനം ഇല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞ് സെന്റ് മേരീസ് ഭവൻ പ്രോജക്റ്റ് എന്ന പേരിൽ സ്കൂൾ നേരിട്ട് വീട് വെച്ച് നൽകുന്ന ബൃഹത്തായ പദ്ധതി കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കി വരുന്നു. മാതാപിതാക്കൾ മരണപ്പെട്ടവരോ രോഗാവസ്ഥയിലുള്ളവരോ ആയ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിച്ച് ഏറ്റവും ഉചിതമായവരെ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ തിരഞ്ഞെടുത്ത് വീട് വെച്ച് നൽകുന്നു. കഴിഞ്ഞ വർഷം വരെ 15ഓളം വീടുകൾ നിർമ്മിച്ചു നൽകി. കേരള സമൂഹത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള പരിച്ഛേദമാണ് പട്ടം സെന്റ് മേരീസ് എന്ന മാതൃവിദ്യാലയം. സമൂഹത്തിലെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും ഒരു കുടക്കീഴിൽ ഒരുമിക്കുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ചേരിപ്രദേശത്തെ വിദ്യാർത്ഥികളും തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളും പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന അനേകം വിദ്യാർത്ഥികളും ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ വിദ്യാലയത്തിലെ 40% വിദ്യാർത്ഥികളും സാധാരണക്കാരിൽ സാധാരണക്കാരായ രക്ഷിതാക്കളുടെ മക്കളാണ്. ഒപ്പം സമൂഹത്തിലെ ഉന്നത ഉദ്യോഗ മേഖലയിൽ ജോലി നോക്കുന്നവരുടെയും വ്യവസായ പ്രമുഖരുടെയും സമ്പന്നരുടെയും മക്കളും ഇവിടെ വിദ്യ അഭ്യസിക്കുന്നു. ഇതോടൊപ്പം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിലെ പഠനത്തോടൊപ്പം തന്നെ CWSN വിഭാഗത്തിൽ പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകരുടെ സേവനവും റിസോഴ്സ് റൂമുകളും പ്രവർത്തിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാർ പരീക്ഷ എഴുതുന്നതും 100% വിജയം ഈ വിഭാഗത്തിൽ കരസ്ഥമാക്കുന്നതും നമ്മുടെ വിദ്യാലയമാണ്. ഇവരുടെ കലാകായിക വികാസത്തിനു വേണ്ടി മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ മാജിക് പ്ലാനറ്റിനോട് ചേർന്ന് കലോത്സവങ്ങളും കായിക മത്സരങ്ങളും സംഘടിപ്പിക്കുന്നു. കരുണയും ആർദ്രതയും സഹവർത്തിത്വവും വിദ്യാർത്ഥി മനസ്സുകളിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും റീജിയണൽ ക്യാൻസർ സെന്ററിലെയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഉച്ചഭക്ഷണം എത്തിച്ചു നൽകുന്ന പാഥേയം ഉച്ചഭക്ഷണ പദ്ധതി വിജയകരമായി നടത്തിവരുന്നു. വെള്ളിയാഴ്ചകളിൽ 1000-നടുത്ത് ഭക്ഷണപ്പൊതികൾ വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ച് വിതരണം ചെയ്യുന്നു. ചങ്ങാതിക്കൊരു കൈത്താങ്ങ്. അപകടങ്ങൾ, രോഗങ്ങൾ, ജീവഹാനികരമായ മറ്റെന്തെങ്കിലും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സംഭവിക്കാനിടയായാൽ അവരെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ് ചങ്ങാതിക്കൊരു കൈത്താങ്ങ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ സ്വരൂപിച്ചാണ് ഇതിനുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. പ്രളയം, കടൽക്ഷോഭം, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ സംഭവിക്കുമ്പോൾ പഠന സൗകര്യം നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥിക്ക് പഠന ഉപകരണങ്ങൾ നൽകുന്നതിനും ഇത് പ്രയോജനപ്പെടുന്നു. SPC പഠനോപകരണ വിതരണം. നഗരത്തിലെ ചെറുതും വലുതുമായ പൊതുവിദ്യാലയങ്ങളിലെ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്കാവശ്യമായ പഠനോപകരണങ്ങൾ സ്കൂളിലെ SPC അംഗങ്ങൾ ശേഖരിച്ചു നൽകുന്നു. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നിരാലംബർക്ക് ആട് വിതരണം, അംഗപരിമിതർക്ക് വീൽചെയർ വിതരണം, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ എന്നിവ രക്ഷകർത്താക്കളുടെ സഹകരണത്തോടെ നടക്കുന്നു. NCC നേവിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയ അമ്മമാരുടെ ആശ്രയകേന്ദ്രമായ കരുണാലയത്തിൽ ഓണം ആഘോഷിച്ചത് വിദ്യാർത്ഥികളിൽ പുത്തൻ അനുഭവമായി. ഉപജില്ലാ, ജില്ലാ, സംസ്ഥാന കലോത്സവങ്ങൾ, ശാസ്ത്രമേളകൾ, സ്പോർട്സ് എന്നിവയിൽ എന്നും സെന്റ് മേരീസ് 1ാം സ്ഥാനം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. 197 ഡിവിഷനിലെയും രക്ഷാകർതൃ പ്രതിനിധികൾ ചേർന്ന് തിരഞ്ഞെടുക്കുന്ന 42 അംഗ PTA എക്സിക്യൂട്ടീവ് സമിതിയാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ നട്ടെല്ല്. വിദ്യാർത്ഥികളുടെ അച്ചടക്കം, വിവിധ പരിപാടികൾ ആവിഷ്കരിക്കൽ എന്നിവയിലും സ്കൂളിന്റെ പൊതുപ്രവർത്തനങ്ങളിലും PTAയുടെ സജീവ സാന്നിധ്യം എപ്പോഴുമുണ്ട്. പഠന പുരോഗതി വിലയിരുത്തി ഉന്നത വിജയമുറപ്പിക്കാൻ റെമഡിയൽ ക്ലാസുകൾ, വിദ്യാർത്ഥി പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാൻ
എൻഡോവ്മെന്റ് അവാർഡുകൾ, സ്കോളർഷിപ്പുകൾ. നഗരഹൃദയത്തിലാണെങ്കിലും 15 ഏക്കറിൽ പ്രകൃതിയൊരുക്കുന്ന പച്ചപ്പ് നിറഞ്ഞതാണ് സെന്റ് മേരീസ് ക്യാമ്പസ്. ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും തനി നാടൻ മരങ്ങളും നിറഞ്ഞ ഹരിത ക്യാമ്പസ്. വിദ്യാർത്ഥികൾ തന്നെ പരിപാലിക്കുന്ന കൃഷിത്തോട്ടം. വിവിധ ഇനങ്ങളിലുള്ള തെങ്ങ്, വാഴ, പ്ലാവ്, മാവ്, നെല്ലി തുടങ്ങിയവ നിരനിരയായി. ഇവിടെ ശുദ്ധവായുവും ഫലങ്ങളും നൽകുന്നു. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ വീട്ടിലൊരു പച്ചക്കറിത്തോട്ടം എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. മികച്ച കുട്ടിക്കർഷകരെ കണ്ടെത്തി പുരസ്കാരം നൽകി പ്രോത്സാഹിപ്പിക്കുന്നു. 1500-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും SSLC പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും അധികം വിദ്യാർത്ഥികളെ പൊതുപരീക്ഷയ്ക്കിരുത്തുന്ന വിദ്യാലയം എന്ന ഖ്യാതി നമുക്ക് സ്വന്തം. കഴിഞ്ഞ വർഷങ്ങളിൽ 100% വിജയം പരമ്പരയായി സെന്റ് മേരീസിനെ തേടിയെത്തുന്നതും ഇവിടത്തെ അധ്യാപന മികവിൻ്റെ സാക്ഷ്യപത്രമാണ്. 300ഓളം വിദ്യാർത്ഥികൾ പ്രതിവർഷം ഫുൾ A+ നേടുന്നതും സെന്റ് മേരീസിന്റെ അഭിമാനങ്ങളിൽ പ്രധാന ഇടം നേടുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 100-നടുത്ത വിജയവും നിരവധി ഫുൾ A+കളും കരസ്ഥമാക്കി ഈ വിദ്യാലയം വിജയവഴിയിൽ മുന്നേറ്റം തുടരുന്നു.